ശ്രുതിയുടെ അച്ഛൻ എന്താ കൊണ്ടുവരാത്തത് ചോദിക്കുമ്പോൾ വീരാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും ഞാനൊരു കഥ ഉണ്ടാക്കി പറയാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് അങ്ങനെ പറയും, ആൾക്ക് പൈസ എന്ന് മാത്രമുള്ളൊരു വിചാരമേ ഉള്ളൂ, എൻ്റെ ഏട്ടനായതുകൊണ്ട് പറയല്ല, പൈസ പൈസ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ചേച്ചിക്ക് വയ്യാണ്ടായിട്ടും അത് ആളറിഞ്ഞിട്ടില്ല, ആൾക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല അസുഖം ബാധിച്ചതും കാര്യങ്ങളൊന്നും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചുപോയി 3-ാം മാസം തന്നെ അയാൾ വേറൊരു ചെറുപ്പക്കാരീനെ കല്യാണം കഴിച്ചു. അപ്പോൾ പിന്നെ എങ്ങനെ ഇവൾക്ക് അയാളോട് സ്നേഹിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ശ്രുതിക്ക് അവളുടെ അച്ഛനെ വെറുപ്പായത്. എന്ന് വെച്ചിട്ട് ശ്രുതിയുടെ അച്ഛന് വെറുപ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. എന്നെ പറഞ്ഞയച്ചതും ആൾ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് വിളിച്ചാൽ മതി, ചിലപ്പോൾ ആൾ ഓടി വരും ശ്രുതിനെ കാണാൻ എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ദേഷ്യം വരും. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കും കേട്ടോ. ആ സമയത്ത് ശ്രുതിക്കൊരു ഫോൺ വരികയാണ്. അപ്പോൾ ആരാ ശ്രുതി, അച്ഛനാണോ എന്ന് ചോദിക്കുക എല്ലാവരും. അപ്പോൾ അല്ല, ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോയിട്ട് ഫോൺ എടുക്കും. അപ്പോൾ ശ്രുതിയുടെ അമ്മയാവും. അപ്പോൾ ശ്രുതി അങ്ങോട്ട്, അത് ഞാനിവിടെ ഒരു ഭയങ്കര തിരക്കില്ല, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അസുഖമൊന്നുമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടാന്ന് പറഞ്ഞിട്ട് വേഗം വെച്ചിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോഴും ശ്രുതിയുടെ ഈ ചെറിയച്ഛൻ പറയുന്നത് അവളുടെ അമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അവളുടെ അമ്മ ചെയ്തിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ തന്നെ ശ്രുതി പറയും, എൻ്റെ അമ്മ മരിച്ചിട്ടില്ല, ഇനി അതെന്നെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ ചൂടാവും. അപ്പോൾ നമ്മുടെ രവി ചോദിക്കും, മോളല്ലേ പറഞ്ഞത് മോളുടെ അമ്മ മരിച്ചു എന്ന്, പിന്നെന്താ മോൾ ഇങ്ങനെ പറയണമെന്ന് വെച്ചപ്പോൾ, അതല്ല അങ്കിൾ, എൻ്റെ അമ്മ മരിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്ര എന്നിട്ട് പറയും, മോളെന്തിനാണ് വിഷമിക്കണം, മോൾക്ക് ഞാനില്ലേ അമ്മയായിട്ട്, ഞാൻ മോളെ പോലെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ അച്ഛമ്മ ചോദിക്കും, നീ അവളെ മാത്രമാണോ മോളെ പോലെ കാണുന്നത്, നിനക്ക് 3 മരുമക്കളുണ്ട് പറയും കേട്ടോ. ഞാൻ വർഷേനെയും മോളെ പോലെ തന്നെയാണ് കാണുന്നത് പറയും. അപ്പോൾ വർഷ പറയും, എന്നെ മോളെ പോലെ കാണുന്നു വേണ്ട, എനിക്ക് ഒരമ്മേനെ എന്നെ സഹിക്കാൻ വയ്യ, എൻ്റെ അമ്മയൊന്നും ആവണ്ട, എൻ്റെ ആൻറ്റി ആയാൽ മതി പറയും കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ നാണം കെട്ട ഒരവസ്ഥയാവും. അതിന് ശേഷം നമ്മുടെ ചെറിയച്ഛൻ പറയും, അയ്യോ എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു, പുറത്തേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ സച്ചി വേഗം തന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി വേഗം തന്നെ ശ്രുതിനെയും പറഞ്ഞു വിടും, കാരണം ഒറ്റയ്ക്ക് വിടാൻ പേടിയായിട്ട്. അങ്ങനെ വിട്ടിട്ട് നമ്മളുടെ സച്ചി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇയാൾ ആട് മാട് പോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ സംശയം തോന്നുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്.